ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസ്. ഇന്നൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് ഞാനിവിടെ ട്രൈ ചെയ്യുന്നത്. മട്ടർ മഷ്റൂം കറി. ഗ്രീൻ പീസും മഷ്റൂമും കൂടെ മിക്സ് ചെയ്തുള്ള ഒരു ഈസി വെജിറ്റേറിയൻ റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് മട്ടർ മഷ്റൂം കറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു വലിയ കടായി എടുക്കുക. അതിലേക്ക് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഫയർ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ചെറുതായിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. ഇനി നമുക്കതിലേക്ക് ഒരു വലിയ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സവാളയും അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു വലിയ സവാള കുഞ്ഞായിട്ട് നുറുക്കിയത്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് ചെറിയ സ്ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. സവാള ലൈറ്റ് ബ്രൗൺ നിറമായി നല്ലോണം സോട്ടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ. അത് പുളി ഉള്ളതല്ല, പുളി ഇല്ലാത്ത ടൊമാറ്റോ വേണം ഇടാനായിട്ട്. കറിക്ക് വലിയ പുളി വരാൻ പാടില്ല. അപ്പോൾ 2 മീഡിയം സൈസ് ടൊമാറ്റോ ഞാനിവിടെ എടുത്തിരിക്കുകയാണ്. സ്കിന്ന് നല്ല കട്ടിയുള്ള ടൊമാറ്റോ കിട്ടില്ലേ, അതാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മുടെ നാടൻ ടൊമാറ്റോ ആകുമ്പോൾ പുളി കൂടുതലായിരിക്കും. അത് ഈ കറിക്കൊന്നും സൂട്ട് ചെയ്യില്ല. നമുക്ക് സാമ്പാറിലൊക്കെ ആയിരിക്കും അത് നന്നായിട്ടിരിക്കുക. ഇതിലേക്ക് 2 ടൊമാറ്റോ മീഡിയം സൈസ് മതി. നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതാണ് ഞാൻ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മസാല എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നോർമൽ ചില്ലി പൗഡറാണെങ്കിൽ 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡറാണെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാം. എരിവ് അധികം ഇല്ലല്ലോ, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം വളരെ ലോ ആയിരിക്കണം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും. അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം. മസാല എല്ലാം ഗ്രേവിയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി മാത്രം. എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഗ്രേവി ഒന്ന് നല്ലോണം ഇതിലായി വരട്ടെ. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം സവാളയിലും ടൊമാറ്റോയിലൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 200 ഗ്രാം മഷ്റൂം നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയത്. മഷ്റൂം നമുക്ക് കഴുകാനായിട്ട് ഒത്തിരി അതിൽ പൊടിയൊക്കെ കാണും, കല്ലൊക്കെ കാണും. അപ്പം നമ്മൾ മഷ്റൂം മേടിച്ചിട്ട് അതിൻ്റെ നടുക്കുള്ള സ്റ്റെം മാറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വെള്ളത്തിൽ പതിയെ കഴുകിയെടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2-3 ടീസ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആ വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളത്തിൽ കലക്കി ഈ മഷ്റൂം അതിലേക്ക് ഒരു 10-15 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുക്കുക. അപ്പോൾ അതിലുള്ള മണ്ണും ചെളിയൊക്കെ പോയി മഷ്റൂം നല്ല നീറ്റായിട്ട് കിട്ടും. ഞാനിത് അങ്ങനെ കഴുകി വെച്ചിരിക്കുകയാണ്. നമുക്കത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്. നമ്മൾ ഫ്രോസൺ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നേരത്തെ തലേ ദിവസമേ വെള്ളത്തിൽ കുതിർത്തെടുത്തതോ അങ്ങനത്തെ ഗ്രീൻ പീസ് ഉപയോഗിക്കാം. ഞാനിവിടെ ഫ്രോസൺ ആണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. മറ്റേത് കുക്കറിലൊക്കെ വേവിച്ചെടുക്കണം. ആ 1/4 കപ്പ് ഗ്രീൻ പീസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം, ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഗ്രീൻ പീസൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഇത് പെട്ടെന്ന് വേകും. ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ കുറച്ച് വെള്ളം മതി. ഇത് വെള്ളം ഇത് അടച്ച് വേവിക്കണമെന്നുമില്ല. കാരണം ഇത് മഷ്റൂം ആണെങ്കിലും പെട്ടെന്ന് വേകും, ഗ്രീൻ പീസ് ആണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമുക്ക് ഇതിൽ എല്ലാം കൂടെ ഒരുമിച്ച് നീറ്റായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് നോക്കാം. നമുക്ക് ഉപ്പ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒരുമിച്ച് വേകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 5-10 മിനിറ്റ്. 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റൊക്കെ മതിയാവും. കാരണം ഈ ഗ്രീൻ പീസ് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കിത് കുക്ക് ചെയ്യണവരെ വെയിറ്റ് ചെയ്യാം. മട്ടർ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ മല്ലിയില ഗാർണിഷ് ചെയ്തും എടുക്കാം. അല്ലെങ്കിൽ ഇത് ഓപ്ഷണലാണ്. നമുക്ക് ഫ്രഷ് ക്രീം ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അത് ഓപ്ഷണലാണ്. നമ്മുടെ മട്ടർ മഷ്റൂം കറി റെഡിയായി. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് പകർന്നെടുക്കാം. അപ്പോൾ മട്ടർ മഷ്റൂം കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യുക. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഈ സെയിം റെസിപ്പി തന്നെ മട്ടറിൻ്റെ കൂടെ പനീർ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും വേറൊരു കുക്കിംഗ് വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ഡേ വിഷസ്. ടേക്ക് കെയർ. ബൈ ബൈ.